ഇടുക്കി അടിമാലിയിൽ അർബുദബാധിതയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് മോഷണം നടത്തി. അടിമാലി SN പടി സ്വദേശിനി ഉഷ സന്തോഷിനെയാണ് വീട്ടിലെ കട്ടിലിൽ കെട്ടിയിട്ട് മോഷണം നടത്തിയത്. ഉഷ സന്തോഷ് എന്ന് പറയുന്ന ക്യാൻസർ പേഷ്യൻ്റ് കഴിഞ്ഞ 6 വർഷമായി ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നതാണ്. നമ്മൾ സന്നദ്ധ സംഘടനകളെല്ലാം സഹായത്തോടുകൂടി ചികിത്സ മുന്നോട്ട് കൊണ്ടുവന്നൊരു ആളാണ്. ഇന്ന് രാവിലെ 7:30 ഇവിടെ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഏകദേശം യുവാവാണെന്നാണ് ചേച്ചി പറയുന്നത്. ആയ രൂപത്തിലുള്ള ഒരാൾ റൂമിൽ കയറുകയും ചേച്ചിയെ കെട്ടിയിട്ട് പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഇവിടെ പലവിധമായ പ്രശ്നങ്ങൾ, രാത്രികാലങ്ങളിൽ ജനലിൽ തട്ടുക, അതുപോലെ തന്നെ ടോർച്ച് അടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാകുന്നുണ്ട്. ബിനീഷ് ആന്റണി വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഈ സ്ത്രീ പറഞ്ഞത് പ്രകാരമുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അർബുദബാധിതയായ ഒരു സ്ത്രീയെ കെട്ടിയിട്ടിട്ട് 16,500 രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം എവിടം വരെ എത്തി? ബനേഷ്, അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലി SN പടി സ്വദേശിനിയായ വീട്ടമ്മ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് അർബുദ ചികിത്സ നടത്തി വന്നിരുന്നത്. ചികിത്സയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോ ചെയ്ത ശേഷമാണ് ഇന്നലെയാണ് ഉഷ വീട്ടിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മകൾ സ്കൂളിലേക്കും ഭർത്താവ് കൂലിവേലയ്ക്കുമായി പോയി. ഈ സമയം നോക്കിയായിരുന്നു മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. ചികിത്സയുടെ മയക്കത്തിൽ നിന്നും ഉഷ പൂർണ്ണമായും മുക്തമായിരുന്നില്ല. മോഷ്ടാവ് ആദ്യം വായിൽ തുണി തിരുവുകയും മറ്റൊരു തുണി ഉപയോഗിച്ച് തല മൂടുകയും കൈകൾ ബന്ധിക്കുകയും ചെയ്തതായി ഉഷ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ പണം നൽകിയെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് മോഷ്ടാവ് ഉഷയെ ഭയപ്പെടുത്തി. തുടർന്ന് അലമാരിയിൽ നിന്നും തുണികൾ അത്രയും പുറത്തേക്ക് വലിച്ചിട്ടെങ്കിലും പണം കണ്ടെത്താതെ വന്നതോടെ ഇയാൾ കൂടുതൽ പ്രകോപിതനായി എന്ന് വേണം പറയാൻ. ഇതോടെ ഭയന്നുപോയ ഉഷ കട്ടിലിൽ കിടക്കുന്ന പേഴ്സിൽ പണമുള്ളതായി മോഷ്ടാവിനോട് പറഞ്ഞു. ഇതിനിടെ വായിൽ തുണിയെടുക്കാൻ ശ്രമിച്ച ഉഷയുടെ കാൽകൾ കൂടി മോഷ്ടാവ് ബന്ധിച്ചു. പിന്നീട് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 16,500 രൂപയുമായി കള്ളൻ കടന്നു കളഞ്ഞു. സമീപവാസിയായ മറ്റൊരാൾ പിന്നീട് വീട്ടിലെത്തിയ സമയത്താണ് കട്ടിലിൽ കെട്ടിയിരിക്കുന്ന ഉഷയെ കണ്ടത്. ഉഷയുടെ ചികിത്സക്കായി പൊതുധനസമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയാണ് ഈ മോഷ്ടാവ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.